ജീവിതം അനുസ്യൂതം ഒഴുകട്ടെ. യോനാ പ്രവാചകൻ്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 11 വരെ. ധ്യാനത്തിനായിട്ട് 3-ാം വാക്യം. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയും എന്താണ് പ്രയോജനം? പരാജയത്തിൻ്റെ പടുകുഴിയിൽ ഞാൻ വീണിരിക്കുന്നു. ഇവിടെ നിന്ന് കരകയറാൻ എനിക്കിന് സാധ്യമാണോ? ആത്മവിശ്വാസം നശിച്ച ചില ഭാഗ്യദോഷികളുടെ ആത്മവിലാപമാണിത്. തൂവിപ്പോയ പാലിനെപ്പറ്റി കേഴുന്ന കൂട്ടരാണിവർ. ജീവിതത്തിൽ ആരാണുള്ളത്? എന്നാൽ ഏതെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റ് വേറെ ഇല്ലെന്നുള്ളത് നാം മറക്കാതിരിക്കുക. ജീവിതത്തിൽ ഒരു പാളിച്ച പറ്റിയാൽ അത് അപഗ്രഥനം ചെയ്ത് അതിൽ നിന്ന് പഠിക്കാവുന്നിടത്തോളം പഠിക്കുകയും എന്തുകൊണ്ടാണ് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെ. എന്നാൽ അതിനുശേഷം വിസ്മൃതിയിലേക്ക് അത് എറിഞ്ഞു കളയണം. മാത്രമല്ല, പൂർവോപരി നന്നായി ചെയ്യുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി തിരിഞ്ഞു നിൽക്കാതെ മുന്നോട്ട് പോവുകയും വേണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ജീവിത പ്രമാണമാണെങ്കിലും കഴിഞ്ഞ കാലത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള പിടിവിടാതെ നെടുവേർപ്പെടുകയും മുന്നോട്ട് നീങ്ങാനുള്ള ആത്മവിശ്വാസമില്ലാത്തതിനാൽ അറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണ് നമ്മിൽ അധികമംഗ ആളുകളും. ദൈവം തന്നെ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്ന നമ്മുടെ തെറ്റുകൾ നാം പലപ്പോഴും മറക്കാൻ വിസമ്മതിക്കുന്നു. പാറ്റേഴ്സൺ എന്ന പത്രപ്രവർത്തകൻ എഴുതിയ മുഖലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ജീവിത തത്വശാസ്ത്രം ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് വിശദമാക്കുന്നത്. ഒരിക്കലൊരു യുവാവ് ഒരു പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് അടിയിൽ കൂടി ഒഴുകുന്ന നദിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഒരു ചെറിയ തടി ഒഴുകി വരുന്നത് അയാൾ ശ്രദ്ധിച്ചു. വളരെ വേഗം അത് ഒഴുകി നീങ്ങി. അപ്രതീക്ഷിതമായി ആ നദിയിലെ ജലം സ്വച്ഛന്തം ഒഴുകുകയാണ്. പിന്നെയും എത്ര കാലമായി ആ നദി അനുസ്യൂതം ആ പാലത്തിൻ്റെ കീഴിൽ കൂടി ഒഴുകുന്നു? ഇനി എത്ര നൂറ്റാണ്ടുകൾ തന്നെ അതങ്ങനെ ഒഴുകാതിരിക്കുകയില്ല? എത്ര തടികളും പടർപ്പുകളും ആ പാലത്തിന് കീഴിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവയൊന്നും ആ ജലപ്രവാഹത്തെ തടഞ്ഞ് നിർത്തിയിട്ടില്ല. ആ യുവാവിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഈ ചിന്തകൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് ഉളവാക്കി. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളിലും തെറ്റുകളിൽ നിന്ന് പിടിവിടാതിരുന്നാൽ സ്വച്ഛന്തമായ ജീവിത പ്രവാഹം തടയപ്പെടും. ഒഴുക്ക് തടയുമ്പോൾ അഴുക്കുകൾ അടിഞ്ഞുകൂടുമല്ലോ. ഇങ്ങനെ ജീവിതം അഴുക്ക് കുങ്ങന കൊണ്ട് നിറയുമ്പോൾ ജീവിതം നരക സമാനമായി പരിണമിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒഴുക്ക് നാം തടയാതിരിക്കുക. 2 പ്രബല ശക്തികളാണ് ശരിയും തെറ്റും. ഇവ തമ്മിൽ എപ്പോഴും ബലപരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. വ്യക്തിയുടെ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും തെറ്റുകൾ ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നാൽ പിന്നെയും തെറ്റുകൾ ചെയ്യുവാനുള്ള പ്രേരിപ്പിക്കപ്പെടും. തെറ്റായി ചിന്തിക്കാനും തെറ്റായ തീരുമാനങ്ങൾ ചെയ്യുവാനും ഇടയാകും. നേരെ മറിച്ച് തെറ്റുകളിൽ നിന്ന് പിടിവിട്ട് സത്യത്തെ അഥവാ ശരിയെ മുറുകെ പിടിക്കുന്ന പക്ഷം ശരിയായിട്ടുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കുറ്റബോധമാകുന്ന ചങ്ങലയിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാൻ സത്യത്തിന് മാത്രമേ കഴിയൂ. ഈ സത്യത്തെയാണ് ഗാന്ധിജി ഈശ്വരൻ എന്ന് വിളിച്ചത്. അതെ, പിറകോട്ട് നിർത്തുന്ന കുറ്റബോധത്തിൽ നിന്ന് സ്വതന്ത്രർ ആകണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവൻ്റെ ഉറവിടമായ ദൈവം നിവസിക്കണം. ഓർക്കണമേ, മടിയൻ്റെ പ്രവൃത്തി ദിനം എന്നും നാളെയാണ്. ഗലാത്യലേഖനം 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രർ ആക്കി. ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ. അടിമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.